ഡിഗ്രി ഒന്നും പഠിച്ചിട്ട് ഇനി കാര്യമില്ല. കോളേജുകളിൽ പോയി സ്ട്രക്ചേർഡ് ഡിഗ്രി പ്രോഗ്രാമുകളിൽ പഠിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല, നല്ലതല്ല. ഇനി അങ്ങോട്ട് അതൊക്കെ ഇല്ലാതാവും, കോളേജുകളൊക്കെ പൂട്ടിപ്പോകും. ഇനി സ്കിൽ കോഴ്സുകൾക്കാണ് പ്രാധാന്യം. കുറച്ച് കാലം കൊണ്ട് പഠിച്ച് ഭയങ്കര ജോബിലേക്കൊക്കെ കയറാൻ പറ്റുന്ന ഷോർട്ട് ടൈം 1 കൊല്ലമോ മാക്സിമം അല്ലെങ്കിൽ 6 മാസമൊക്കെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന കോഴ്സുകൾക്കാണ് സാധ്യത എന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. വളരെ അരോചകമായ രീതിയിൽ ഇതിങ്ങനെ വല്ലാണ്ട് പൊലിപ്പിച്ച് പറയുകയും ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്കിടയിലും പാരൻസിനിടയിലും തികഞ്ഞ കൺഫ്യൂഷനും കുഴപ്പങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. AI കച്ചവടക്കാരും അഭിനവ ന്യൂജൻ കരിയർ കൗൺസിലേഴ്സ് എന്ന് ഊറ്റം കൊള്ളുന്ന ആളുകളുമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ? ഈ പറയുന്നതിൽ കാര്യമുണ്ടോ? അതിനു മുമ്പ് ഞാൻ പറയട്ടെ, വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ട്രെൻഡ് വളർന്നു വരുന്നു എന്ന് രക്ഷിതാക്കൾ ഭയങ്കരമായിട്ട് കൺസേൺഡ് ആവുന്ന ഒരു കാര്യമാണ്. ഒരുപാട് കാലം അവർക്ക് പഠിക്കാൻ താല്പര്യമില്ല. ഈവൻ +1ഉം +2ഉം 10th അവർക്ക് കണ്ടന്റ് വെച്ച് കോഴ്സ് പഠിച്ച് മാർക്ക് വാങ്ങുക എന്നതിലൊന്നും വലിയ താല്പര്യമില്ല, അതിലൊന്നും കാര്യമില്ല എന്ന് ചിന്തിക്കുന്നു. +2 ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 6 മാസം മാക്സിമം ഒരു 12 മാസമൊക്കെ പഠിച്ച് നല്ല സാലറി വാങ്ങുക എന്ന രീതിയിലൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ കോളേജ് സ്കൂൾ സ്ട്രക്ചറിനുള്ളിൽ ഒതുങ്ങാൻ അവർക്ക് താല്പര്യമില്ല. ഇതൊരു ട്രെൻഡായി, ഒരു ടെൻഡൻസി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ കുട്ടികളുടെ അക്കാദമിക്സിനെ ബാധിക്കുകയാണ്. നല്ല മിടുക്കന്മാരും മിടുക്കികളായ വിദ്യാർത്ഥികൾ ഈ ഒരു ഫ്ലോയിലേക്ക് അങ്ങ് പോയി, ഈ ഒരു മെയിൻ സ്ട്രീമിലേക്ക് അങ്ങ് ലയിച്ച് ഒന്നുമല്ലാതായി പോകുന്നു എന്ന പരാതി പാരൻസിൻ്റെ ഇടയിൽ വ്യാപകമായിട്ടുണ്ട്. സത്യത്തിൽ ഇതുണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ്. ഇനി ഇങ്ങനൊരു വർത്തമാനത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ചില മേഖലകളിൽ സ്കില്ലിനാണ് പ്രാധാന്യം, ഒരു സംശയമില്ല. പ്രത്യേകിച്ച് AI-യും ഡേറ്റയും ഡിസൈനിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയകളിൽ സ്കില്ലിന് തന്നെയാണ് പ്രാധാന്യം. ദെൻ അത്തരം മേഖലകളിൽ നിന്ന് പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്നതാണ് ഇത്തരം ഒരു വർത്തമാനത്തിന് കാരണമായിട്ട് കാണുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നേരെ തിരിച്ച് IT കമ്പനികൾ AI-യും ഡേറ്റ ഓറിയൻറ്റഡും കോഡിംഗ് ഓറിയൻറ്റഡായ പ്രോഗ്രാമുകൾക്ക്, ജോബുകൾക്ക് ആളുകളെ എടുക്കുന്ന ഏറ്റവും പ്രീമിയറായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് തന്നെയാണ്. IIT-കളും NIT-കളും IIIT-കളും സ്റ്റേറ്റ് ലെവലിലുള്ള പ്രധാനപ്പെട്ട കോളേജുകളിൽ നിന്നും അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളുകളെ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ചില കമ്പനികൾ കേസിൽ ഒരു ഡിപ്ലോമക്കാരെയോ അല്ലെങ്കിൽ സ്കില്ല് മാത്രമുള്ള ആളുകളെയോ കൊണ്ടുവന്ന് സമാന്തരമായ എഡ്യൂക്കേഷൻ പ്രോസസ്സിലൂടെ കൊണ്ടുവരുന്ന ആളുകളെ എടുക്കുന്നുണ്ട്. അത് ആ ഒരു പെർട്ടിക്കുലർ സ്കില്ല് മാത്രം മതി എന്നതുകൊണ്ടാണത്. അതേ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, മെഡിസിൻ, ടീച്ചിങ്, BDS, അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്റിനറി, ഫോറസ്ട്രി, ദെൻ അതുപോലെ തന്നെ LLB, എൻജിനീയറിംഗ് പ്രോഗ്രാമുകൾ വ്യത്യസ്തമായത്, ഇക്കണോമിക്സ്, ദെൻ മാത്സ്, സ്റ്റാറ്റി, ബിസിനസ് സ്റ്റഡീസ് പോലുള്ള പ്രോഗ്രാമുകൾ, ഇത്തരം മേഖലകളിലെ കരിയർ ഓറിയൻറ്റേഷന് ഡിഗ്രി ഇല്ലാതെ പറ്റില്ല എന്നുള്ളത് ഒരു സംശയമില്ല. മാത്രമല്ല, സ്കില്ലുകൾ നമ്മളൊരു നിലവിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വെറും തിയറട്ടിക്കൽ സ്റ്റഡീസ് മാത്രമാണ് നടക്കുന്നത്. വരാൻ പോകുന്ന കാലഘട്ടത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് കരിയറുകളെ ഫുൾ പ്രൂഫ് ആണെങ്കിൽ, ഫ്യൂച്ചർ പ്രൂഫ് ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഡിഗ്രികളുടെ കൂടെ ആവശ്യമായ നിലവിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള സ്കില്ലുകൾ കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി, സ്കിൽ, എക്സ്പീരിയൻസ്, ഈ 3 കോമ്പണൻറ്റുകളെയും ആഡ് ചെയ്ത ഒരു ഡിഗ്രി സ്ട്രക്ചറാണ് വരേണ്ടത്. എന്ന് വെച്ചാൽ ഡിഗ്രി ചെയ്യുമ്പോൾ അനുബന്ധമായ സ്കിൽ പ്രോഗ്രാമുകൾ കൂടി ചെയ്യാം. BCom ചെയ്യുന്ന ഒരാൾക്ക് പറ്റുമെങ്കിൽ അക്കൗണ്ട്സ്, GST, ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് പോലുള്ള ആഡ് ഓൺ കോഴ്സുകൾ ആഡ് ചെയ്ത് കോഴ്സുകൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻ കൂടി ചേർക്കുന്ന മനോഹരമായ ഒരു ബ്ലെൻഡിങ്ങിനാണ് പ്രസക്തി. ദെൻ BBA ചെയ്യുന്ന ഒരാൾക്കോ സെയിൽസോ മാർക്കറ്റിങ്ങോ ലോജിസ്റ്റിക്സോ ഏവിയേഷനൊക്കെ പോലുള്ള സ്കില്ലുകൾ കൂടി ആഡ് ചെയ്ത് ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻ കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമാവും. നിങ്ങൾ AI-യും ഡേറ്റയായിട്ട് ബന്ധപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞു, IIT-കൾ, NIT-കൾ, IIIT-കൾ, പ്രീമിയർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നൊക്കെയാണ് അത്തരം പ്രീമിയർ കമ്പനികൾ, ഗ്ലോബൽ കമ്പനികൾ റിക്രൂട്ട് ചെയ്യുന്നത്. വെറും താഴെയുള്ള ITCO പോളി ഡിപ്ലോമകളിൽ നിന്നല്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊരു എൻട്രി ലെവൽ ജോബുകൾക്ക് മാത്രം. അതേ സമയത്ത് ഡിഗ്രി എഞ്ചിനീയറിംഗ്കാർ സ്കില്ലുകൾ കൂടി ആഡ് ചെയ്തിട്ട് ദെൻ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ IT-യോ ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയറോ AI-യോ ഡേറ്റയോ ഡിസൈനിങ്ങോ ദെൻ സൈബർ സെക്യൂരിറ്റി ഒക്കെ പോലുള്ളത് ആഡ് ചെയ്ത് അതിനോടൊപ്പം ഒരു ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻ കൂടി സാധ്യമായാൽ ഡിഗ്രി,
സ്കിൽ, എക്സ്പീരിയൻസ്, ഈ മൂന്നും കൂടി മനോഹരമായി ബ്ലെൻഡ് ചെയ്യുന്ന ഒരു കരിയറായി മാറും. സമാനമായി മെഡിസിനിൽ നമുക്ക് റോബോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ടത്, AI ആയിട്ട് ബന്ധപ്പെട്ട കോമ്പണൻസ്, BDSൽ ക്രിയേറ്റീവ് ഡെന്റിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട കോമ്പണൻസുകൾ, ഫാർമസിയിൽ ഫാർമസ്യൂട്ടിക്കൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ബയോ ഇൻഫർമാറ്റിക്സോ കെം ഇൻഫർമാറ്റിക്സോ ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ ആഡ് ചെയ്യുക, കുറച്ചുകൂടി ഇൻഡസ്ട്രി എക്സ്പോഷർ കൂടി ഉണ്ടാക്കിയെടുക്കുക. ഈ രീതിയിൽ ഒരു സംശയമില്ല, ഡിഗ്രികൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല, ഡിഗ്രികളുണ്ട്. NVIDIAയുടെ ഫൗണ്ടർ പറഞ്ഞതുപോലെ, ജെൻസൺ ഹ്യുവാങ് പറഞ്ഞതുപോലെ ഫിസിക്കൽ സയൻസിൻ്റെ കാലമാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞതോടുകൂടി ഫിസിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഒരുപാട് നടന്നിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഴഞ്ചൻ കോഴ്സുകളാണ് എന്ന രീതിയിൽ പിന്നോട്ടാക്കി വെക്കുകയും ഇനി ന്യൂജൻ കോഴ്സുകൾക്കും സ്കില്ലുകൾക്കും ആണ് പ്രാധാന്യം എന്ന് പറയുന്ന ശുദ്ധ മണ്ടത്തരങ്ങൾ, അത് മാത്രമാണ് എന്ന് പറയുന്ന മണ്ടത്തരങ്ങൾ അബദ്ധങ്ങളാണ്, അപകടകരമാണ്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഡിഗ്രിയുടെ കൂടെയും ഒരു സ്കില്ല് കൂടി സ്വായത്തമാക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ എഡ്യൂക്കേഷനിൽ വരേണ്ടതുണ്ട്. അതിനാണ് പ്രസക്തി. അത്തരം ഒരു സ്ട്രക്ചർ നമ്മുടെ നാട്ടിൽ നടന്നു വരാൻ ഔദ്യോഗികമായിട്ട് ഒരുപാട് സമയം എടുക്കും എന്നതുകൊണ്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത് അവർ ആഗ്രഹിക്കുന്ന ഡിഗ്രികൾക്കൊപ്പം ആഡ് ഓൺ സ്കില്ലുകൾ. ഒരു ഉദാഹരണത്തിന് നമ്മൾ സാധാരണ പറയുന്ന ഡിഗ്രികളുടെ കൂട്ടത്തിൽ ഭീഷണി നേരിടാൻ പോകുന്ന ഡിഗ്രി എന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ് നമ്മൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഡിസൈനിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു സ്ഥാപനം മിനിസ്ട്രി ഓഫ് ബ്രോഡ്കാസ്റ്റിങ്ങിന് കീഴിൽ ബോംബെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്ന ന്യൂജൻ ട്രെൻഡുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബാച്ചിലർ ഓഫ് ഡിസൈനിങ്ങിൻ്റെയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെയോ കൂടെ അവർ കൊടുക്കുന്ന ആഡ് ഓൺ ഷോർട്ട് ടൈം രസകരമായ കോഴ്സുകൾ, AI ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ ആഡ് ചെയ്ത് കോഴ്സിനെ രസകരമായിട്ട് ടോപ്പപ്പ് ചെയ്യാം, സ്ട്രക്ചർ ചെയ്യാം. BCOമിലായാലും BBA ആയാലും സോഫ്റ്റ്വെയർ എടുത്ത്, പിന്നെ നിങ്ങൾ BSc കമ്പ്യൂട്ടർ സയൻസോ BCAയോ BTech എടുത്ത് നോക്ക്, നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റിയോ AIയോ ഡേറ്റയോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. പ്ലസ് അതോടൊപ്പം ഒരു ഇൻഡസ്ട്രി എക്സ്പോർട്ടും കൂടി സാധ്യമാക്കുക. ഇക്കണോമിക്സിൽ, ദെൻ അതുപോലെ തന്നെ സോഷ്യോളജിയിൽ, സൈക്കോളജിയിൽ ഇതിലൊക്കെ ഡിഗ്രി ഇല്ലാതെ പറ്റില്ല. ദെൻ അതുപോലെ ലീഗൽ സ്റ്റഡീസിൽ ഡിഗ്രി ഇല്ലാതെ പറ്റില്ല. അതോടൊപ്പം അതിനോട് അനുബന്ധമായ സ്കില്ലുകളും AI ടൂളുകളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രി മനോഹരമാവും, രസകരമാവും, വരാൻ പോകുന്ന കാലഘട്ടത്തിന് അനുയോജ്യമാകും. അതുകൊണ്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കലല്ല, മറിച്ച് എലിയെ പേടിച്ച് ഇല്ലം ചുടലല്ല, മറിച്ച് ചെയ്യേണ്ടത് എന്താ, വരാൻ പോകുന്ന കാലഘട്ടത്തിനനുസരിച്ച് കോഴ്സുകളെ റീസ്ട്രക്ചർ ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന ആഡ് ഓൺ കോഴ്സുകളും സാധ്യമാകുന്ന ഇൻഡസ്ട്രി എക്സ്പോഷറുകളും ഉണ്ടാക്കിയാൽ മനോഹരമാവും, സംശയമില്ല. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.